വയനാട്ടിലെ ആളക്കൊല്ലി കാട്ടാന ബേലൂർ മഖ്ന പനവല്ലി മാനിവയലിൽ അമ്മക്കാവ് ക്ഷേത്ര പരിസരത്ത് തുടരുന്നു. കേരള കർണാടക സംയുക്ത ദൗത്യത്തിന്റെ ഭാഗമായാണ് പരിശോധനയും തെരച്ചിലുമൊക്കെയും നടത്തുന്നത്. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രിയും സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽ ചേർന്നുണ്ട്. ഗോകുൽ, ദൗത്യം ഇത്തരത്തിൽ ദുഷ്കരമായി തന്നെയാണ് നേരത്തെയും പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ഇന്ന് ദൗത്യം അവസാനിപ്പിക്കാനുള്ളൊരു സാധ്യതയല്ലേ ഉള്ളത്? അതെ, ദൗത്യം നീണ്ടു പോവുകയാണ്. തുടർച്ചയായ 6ാം ദിവസവും നമ്മൾ ഈ സംസാരിക്കുന്ന സമയം വരെ ആനയെ മയക്കുവെടി വെക്കാൻ സാധിച്ചിട്ടില്ല. അതേസമയത്ത് തന്നെ വെറ്റിനറി വിദഗ്ധനായ ഡോക്ടർ അരുൺ സക്കറിയ ഈ സംഘത്തിന്റെ ഒപ്പം ചേർന്നത് ഈ ദൗത്യ സംഘത്തിലുള്ള ആളുകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇന്ന് കുറച്ചധികം സമയം ആനയെ നിരീക്ഷിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് സംഘമുള്ളത്. കുറച്ചാളുകൾ വനത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയെങ്കിലും രാത്രി കൂടി ആനയെ നിരീക്ഷിക്കാം എന്ന തീരുമാനത്തിൽ കുറച്ചധികം സംഘം ആളുകൾ വനത്തിൽ ഇപ്പോഴും തുടരുന്നു. രാത്രിയും ആനയെ നിരീക്ഷിക്കുക എന്ന ഉദ്ദേശമാണ് ദൗത്യ സംഘത്തിനുള്ളത്. ഇപ്പോൾ ഈ അമ്മക്കാവ് ക്ഷേത്ര പരിസരത്ത് തന്നെയാണ് ആനയുള്ളത്. ഇവിടെ മണ്ണുണ്ടി ഭാഗത്തേക്ക് ആന തിരിഞ്ഞ് നിൽക്കുന്നു എന്നാണ് വനപാലക സംഘത്തിലെ ചില ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഒരു പക്ഷേ രാത്രിയിൽ ആന മണ്ണുണ്ടി ഭാഗത്തേക്ക് നീങ്ങാനുള്ള സാധ്യത ഉണ്ട്. ആ രീതിയിൽ ആനയെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു സംഘം വനത്തിനുള്ളിൽ തന്നെ തുടരുകയാണ്. 200ഓളം വരുന്ന കേരളത്തിലെ വനപാലക RRT സംഘവും 20ഓളം വരുന്ന കർണാടകയിൽ നിന്നുള്ള സംഘവും സംയുക്തമായാണ് പരിശോധന നടത്തുന്നത്. ഈ സംഘത്തിന്റെ കൂടെ വെറ്റിനറി വിദഗ്ധനായിട്ടുള്ള അരുൺ സക്കറിയുണ്ട്. അദ്ദേഹം ഇന്ന് രാവിലെ ബേഗൂർ ഫോറസ്റ്റ് ഓഫീസിൽ വെച്ച് ഈ ദൗത്യ സംഘത്തിന്റെ ഒപ്പം അവലോകന യോഗം നടത്തിയിരുന്നു. അവലോകനം നടത്തിയതിനു ശേഷം അദ്ദേഹം ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായി ചേർന്നിരുന്നു. ഇദ്ദേഹം ഈ പരിസരത്ത് തന്നെ ക്യാമ്പ് ചെയ്ത് ഈ ദൗത്യ സംഘത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നുണ്ട്. എന്തായാലും 6 ദിവസം പിന്നിടുന്നു ഈ ആളക്കൊല്ലിക്കാട്ടാനയെ പിടികൂടാൻ. വ്യക്തമാണ്. മിഷൻ ബേലൂർ മഖ്ന വീണ്ടും നീളുകയാണ്. ഒരുപക്ഷെ ഇന്നത്തോടെ ചിലപ്പോൾ ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചേക്കാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുകയാണ്. ഗൂഗിളാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.